വെൽക്കം ബാക്ക് ടു കറൻസി പിപ്സ്. ഇറ്റ്സ് മീ അൽത്താഫ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൊസിഷൻ സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് വരിക. വന്നിട്ട് നമ്മൾ SL പോയിന്റ് എത്ര നോക്കാം. നമുക്ക് ഈ SL ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോയിന്റ് കാണും. ഇതൊരു എത്ര പിപ്പാന്ന് കാണിക്കും, 30 പിപ്പ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് ടൂൾ ഉണ്ട്. ഈ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ഈ ടൂൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും എത്ര പിപ്പാണെന്ന്. 29.9 കാണിക്കുന്നത്. നമ്മൾ SL പിപ്പ് വരുന്നത് ടോട്ടൽ 30 പിപ്പാണ് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഗൂഗിളിലോട്ട് പോകാം. അപ്പോൾ ഗൂഗിളിൽ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ സെർച്ച് ചെയ്യുക. അതിൽ ബേബി പിപ്സിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ വരുമ്പോൾ അടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ USD സെലക്ട് ചെയ്യുക. പിന്നെ വരുന്നത് നിങ്ങൾ അക്കൗണ്ട് ബാലൻസ് ആണ്. അക്കൗണ്ട് ബാലൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 10,000 ആണ് കൊടുക്കുന്നത്. 10,000 നിങ്ങൾ ആ റിസ്കിൽ ആ ട്രേഡിൽ എത്ര റിസ്ക് എടുക്കണമെന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഞാൻ 1% ആണ് ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാറ്. അതിൽ സ്റ്റോപ്പ് ലോസ് എത്ര വരുന്നത് നോക്കുക. സ്റ്റോപ്പ് ലോസ് പിപ്പ് വരുന്നത് 30 പിപ്പാണ് വരുന്നത്. പിന്നെ വരുന്നത് EURUSD ആണ്. കറൻസി പെയർ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അപ്പോൾ കറൻസി പെയർ സെലക്ട് ചെയ്യുക. ഞാൻ കൊടുത്തത് EURUSD ആണ്. എന്നിട്ട് കാൽക്കുലേറ്റ് കൊടുക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എമൗണ്ട് റിസ്ക് ചെയ്യണമെന്ന് കാണിക്കും. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ലോട്ട്. ഈ ലോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. 0.33 ആണ് വരുന്നത്. മിനി ലോട്ട് മൈക്രോ ലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് സെൻഡ് അക്കൗണ്ട് വരുന്നവർക്കാണ് ഇത് നോക്കേണ്ട ആവശ്യം. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ലോട്ട് മാത്രം നോക്കിയാൽ മതി. 0.3333 വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് നമ്മൾ എങ്ങനെ ലോട്ട് സൈസ് കണ്ടുപിടിക്കാമെന്ന്, പൊസിഷൻ കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കിയത്. ഗോൾഡിൻ്റെ BTCൻ്റെ ഒക്കെ ലോട്ട് സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ MyFX ബുക്ക് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് പൊസിഷൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. അതിലേക്ക് ഒന്നുകൂടി ബെറ്റർ ആവുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.